ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ ചെയ്ത ജന്മദിന ആശംസകളൊക്കെ തീർന്നു. അദ്ദേഹം ഡിയർ ഫ്രണ്ട് എന്ന് തന്നെയാണ് പ്രയോഗിക്കുന്നത്. മാത്രമല്ല ഈ ടെലിഫോണിൽ ചില ചർച്ചകളൊക്കെ നടന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിൽ പോകും എന്നുള്ളത് നമ്മുടെ ദേശീയ താല്പര്യത്തിനൊക്കെ അനുകൂലമാണ് താനും. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പി SKN എന്തായാലും ഈ ടെലിഫോൺ സംഭാഷണത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യക്കെതിരെ വലിയ തീരുവ ചുമത്തിയ ശേഷം ട്രംപ് വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ 4 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ എടുത്തില്ല എന്നുള്ളത് ജർമ്മൻ പത്രമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്ത്. പിന്നെ ലോക മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ഫോൺ കോൾ എടുക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ അവർ തമ്മിൽ ടെലിഫോണിക് സംഭാഷണം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാളാണ്. പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഒപ്പം തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച ഡൽഹിയിൽ നടക്കുകയാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ സംഭാഷണത്തിന് പ്രത്യേകത കൈവരുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ആഭ്യന്തരമായിട്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വസ്തനായിട്ടുള്ള ചാർലി കിർക്ക് കൊല ചെയ്യപ്പെട്ടതും അതേ ചൊല്ലി അമേരിക്കൻ സമൂഹം ചേരി തിരിഞ്ഞതൊക്കെ വലിയ തലവേദനയായി നിൽക്കുമ്പോൾ ട്രംപ് ഇപ്പോൾ ലണ്ടനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. അവിടെയും ട്രംപിന് സ്വീകരണം ഉണ്ടായിരുന്നു, ട്രംപിന് പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ അത് 2 തരത്തിലാണ്. ഹെയ്റ്റ് പൊളിറ്റിക്സ്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിതയ്ക്കുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ട്രംപിനെതിരെ അവിടെ പ്രകടനം ഉണ്ടായത് ലണ്ടനിൽ. എന്ന് മാത്രമല്ല ലോകമെമ്പാടും കാനഡയിൽ, UK-യിൽ, ഓസ്ട്രേലിയയിലൊക്കെ ഈ വംശീയ വിദ്വേഷം പടരുകയും ആ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യുകയാണ് SKN. അപ്പോൾ അത് തുടങ്ങി വെച്ചത് ട്രംപാണ്. വെളുത്ത വംശജൻ്റെ ഒരു അപ്രമാദിത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് മറ്റു രാജ്യങ്ങളിലേക്ക് ഏറ്റെടുക്കുകയും നമ്മുടെ ഈ മലയാളികളും ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും ജോലിക്കാരൊക്കെ പോയി അവരൊക്കെ വലിയ രീതിയിൽ പേടിച്ചു കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ട്രംപ് ഉണ്ടാക്കി വയ്ക്കുന്ന ദോഷങ്ങൾ വെറുതെയല്ല, അമേരിക്കയിൽ തന്നെ ഇത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ലാത്ത രീതിയിൽ ട്രംപ് നീങ്ങുകയാണ്. SKN ഒരു മെക്കാർത്തിസത്തെക്കുറിച്ച് SKN ഓർക്കുന്നുണ്ടാവും. നിക്സന്റെ കാലത്ത് അവിടുത്തെ വെളുത്ത വംശജർ നടത്തിയ ഒരു ഇത്, ആ രീതിയിൽ അവിടുത്തെ വെളുത്ത വംശജരായിട്ടുള്ള ആൾക്കാർക്കെതിരെ, ഇടതുപക്ഷക്കാർക്കെതിരെ, ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കെതിരെ ഒരു വലിയ വേട്ട നടത്താൻ തന്നെയാണ് അമേരിക്കയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിലുള്ള ഇതിൽ ട്രംപിന്റെ ട്രംപിസം ഒരുപക്ഷെ ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.